ആദ്യം ട്രീവാലി റിസോർട്ടിൽ കുറച്ച് ആളുകൾ കുടുങ്ങിക്കിടക്കുമെന്ന് വിവരം കിട്ടി. അങ്ങനെ നമ്മൾ താഴെ ഈ മുണ്ടക്കൈ വഴി സ്കൂൾ റോഡിൻ്റെ ആ വഴി കയറി മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ ആദ്യം ഗൂഗിൾ എർത്ത് വഴിയൊക്കെയാണ് ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ അവിടുന്ന് മുകളിലോട്ട് കയറി അപ്പോഴാണ് ഒരു ഇടത്ത് സൈഡിൽ ഒരാൾ ചെളിയിൽ പൂണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ക്യാമറ വെച്ചു. നമ്മളവിടെ കുറച്ച് ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു. അവരാദ്യം ഫയർഫോഴ്സ് ഇയാളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോയിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പടവെട്ടിക്കുന്ന് വഴി കയറി കേരള പോലീസിലെ SOGയിൽ ഒരു 12 അംഗ സംഘവും ഞങ്ങളുടെ ക്യാമറാമാൻ സബിൻ ജത്തിൽ, അതുപോലെ തന്നെ ഡ്രൈവർ ഷാൻ തോമസ്, ഞങ്ങൾ 3 ആളും കൂടി ഇവരുടെ കൂടെ ഒപ്പം പോയി. ഞങ്ങൾ വഴി കാണിച്ചു തരാം, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പടവെട്ടിക്കുന്ന് വഴി കയറി ഒരു LR റിസോർട്ടിൻ്റെ മുൻപിലൂടെ ചെറിയൊരു മലപ്പാലത്തിലൂടെയൊക്കെ കയറി ക്രോസ് ചാടിയിട്ടാണ് നമ്മൾ മുണ്ടക്കൈയുടെ ഏകദേശം ഈ സ്കൂൾ നിൽക്കുന്നതിന് എതിർവശത്ത് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ കുത്തൊഴുക്കാണ്, കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കവുങ്ങിൻ്റെ ഒരു മരം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ SOGക്കാർ അപ്പുറത്ത് നിന്ന് കയറ് പിടിച്ച് തന്ന് ഞങ്ങൾ 3 ആളും കയറി. അവർ ഞങ്ങളെ സഹായിച്ചു, ക്യാമറയൊക്കെ അപ്പുറത്തേക്കാൻ സഹായിച്ചു. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുക, ഇവരുടെ ദൃശ്യങ്ങൾ എടുക്കുക, ഇവരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മുണ്ടക്കൈ സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഒക്കെ ആ പാടിയുടെ അവിടെയൊക്കെ മൃതദേഹങ്ങളുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ വിറങ്ങലിച്ചു. പിന്നെ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ റെസ്ക്യൂ ചെയ്ത് ഒരു സ്ത്രീയെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നു. 2 ജീപ്പ് എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരാരും അവിടെ എത്തിയിട്ടില്ല, രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല. ആദ്യം എത്തുന്നത് കേരള പോലീസിലെ SOGയിലെ മലപ്പുറം യൂണിറ്റിലെ 12 പേരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂലെ കേരള പോലീസിലെ SOG മലപ്പുറം യൂണിറ്റ്. അങ്ങനെ നമ്മളവിടെ എത്തി. ആദ്യം കാണുമ്പോൾ ഈ പള്ളിക്ക് മുമ്പിലൂടെയൊക്കെ അന്നും നിറച്ച് ചെളിയാണ്, അരയ്ക്കൊപ്പം ചെളിയിലൂടെ നമ്മളവിടെ എത്തി. മദ്രസയിലെത്തിയപ്പോൾ ഭയങ്കര വിറങ്ങലിച്ച കാഴ്ചകളാണ്. ഒരു ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുന്നു. ആളുകളെല്ലാം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തൊരു 4 ബോഡിയുണ്ട്. 2 ആൾ പരിക്കേറ്റ് കിടക്കുകയാണ്. മാത്രമല്ല 100-ലധികം ആളുകൾ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ SOGക്കാരോട് പറഞ്ഞ് ഇവരെ മുകളിലത്തെ ട്രീവാലി റിസോർട്ടിലേക്ക് എത്തിച്ച് അവരവിടെ നിന്ന് ഇവരെ ഇറക്കി താഴോട്ട് വന്നു. അപ്പോഴൊന്നും നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നിയില്ല, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ ക്യാമറ എടുത്തില്ല. ഇവരുടെ കൂടെ തന്നെയാണ് അവിടെ നിന്നിട്ട് ആ മദ്രസയുടെ പുറകിലെ വഴിയിലൂടെ പള്ളിയിലൂടെ താഴോട്ട് ഏകദേശം ഒരു 150-ലധികം ആളുണ്ട്. അപ്പോൾ ഉറപ്പാണ്, സ്ത്രീകളായിട്ടും കുട്ടികളായിട്ടും പ്രായമായിട്ടുള്ളവർ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരെയും കൂട്ടിയിട്ടാണ് ഈ ചൂരൽമല 10-12 മണിക്കൂർ. അതെ, ചൂരൽമല അവരവിടുന്ന് വരാൻ തയ്യാറല്ല. വേറെ എങ്ങോട്ട് പോകണം എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ SOGക്കാരും അവരെല്ലാം സംസാരിച്ച് ഇവരെ അവിടെ നിന്ന് ചൂരൽമല എത്തിച്ചു. എന്നിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലും റോപ്പിലും ഇവരെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സമയമൊന്നും ക്യാമറ എടുത്തില്ല, കാരണം ക്യാമറ നമ്മൾ എടുക്കുന്നതല്ല, ഇവരെ എങ്ങനെയെങ്കിലും താഴേക്ക് എത്തിക്കുക എന്നുള്ളത്. അതായത് മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിലും ദീപക് അടക്കമുള്ളവർ പങ്കാളികളായി എന്ന് പറയുമ്പോൾ അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അനിശ്ചിതത്വം കൂടെ ഉണ്ട്. നിങ്ങൾ ഏതെടുക്കണം, ക്യാമറ പിടിക്കണോ അതല്ല നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകണോ എന്ന് പറയുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്. തീർച്ചയായിട്ടും കൈ പിടിച്ച് ഉയർത്തിയ ദീപക്കുണ്ട്, ദീപക്കിൻ്റെ കൈ പിടിച്ചു വന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ 1582 പേരെയാണ് 2 ദിവസം കൊണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത്. ചെറിയൊരു കണക്കല്ല. അവരെ മറുഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവന്നു. പക്ഷേ എത്ര പേരെ ഇനി കാണാമറയത്ത് അവശേഷിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങിയ ചൂരൽമലയിലെ പ്രജീഷ് ആ നാടിൻ്റെ ഒരു പ്രിയ പുത്രനായിരുന്നു. എല്ലാ സംഭവങ്ങൾക്കും പ്രജീഷ് അവിടെയുണ്ട്. രാത്രിയിൽ ടോർച്ചുമായിട്ട് ഇറങ്ങുന്ന പ്രജീഷ് 2ാമത്തെ തവണ ഉരുൾപൊട്ടുമ്പോഴാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുവരെയും തൊട്ടടുത്തുള്ള ആളുകളുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് അഹന്യം എന്നോ മറ്റുമാണ്, അല്ലേ? അല്ല, ആ പെൺകുട്ടി ഈ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. 8 പേരും ആ വീട്ടിൽ പോയി. അവന്തിക എന്ന പെൺകുട്ടിക്ക് ആരുമില്ല. അതേപോലെ അഹന്യ എന്ന് പെൺകുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ കൈ പിടിച്ചു പോകുന്നതിനിടയിൽ അമ്മയുടെ കൈയിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോവാണ്. ആ കുഞ്ഞ് പോയി, അമ്മ ജീവിച്ചു, പക്ഷേ കുഞ്ഞ് പോയി, തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരുപാട് അഭിനവിനെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, മുഹമ്മദിനെ പോലുള്ളവർ, അനാഥ കുട്ടികൾ 7 പേരുണ്ടെന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 7 പേരുണ്ടെന്നാണ് പറയുന്നത്. ഇനി അവരുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളത് കൂടി അവരിപ്പോൾ എനിക്കൊന്ന് ക്യാമ്പിൽ തന്നെ ഉണ്ടാവും. പല ക്യാമ്പുകളിലായിട്ടാണ് ഉള്ളത്. അവരുടെ പേരും ഡീറ്റെയിൽസും ഒന്നും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് നമുക്ക് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. രഞ്ജിത്ത് പറഞ്ഞ പോലെ നമുക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും, നമുക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു വീട്, ഒരു ഹോം എന്ന് പറയുന്നത് എങ്ങനെ ഒരുക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. അത് നാട്ടുകാരുടെ നിർദ്ദേശങ്ങളാണ്, എക്സ്പേർട്ടിൻ്റെ അഭിപ്രായങ്ങളെ അല്ല. ഇനി നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഇതെങ്ങനെയാണ് വെച്ചു കൊടുക്കാൻ കഴിയുക? ഇതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന, ഇപ്പോൾ തന്നെ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിരവധി ആളുകൾ, വീടുകൾ, നമ്മൾ പ്രഖ്യാപിച്ചതിലും കൂടുതൽ വീടുകളിലേക്ക് ആളുകൾ വാഗ്ദാനവുമായി എത്തുന്നു. അപ്പോൾ അവരെയെല്ലാം നമുക്ക് സമീപിക്കണം, അത് യാഥാർത്ഥ്യമാക്കണം. അങ്ങനൊരു വലിയ പ്രോജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അടുത്തൊരു 6-7 മാസത്തിനുള്ളിൽ ആ പ്രോജക്റ്റിൻ്റെ
പ്രാബല്യത്തിലേക്ക് നമുക്ക് കടക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിനോടൊപ്പം റിപ്പോർട്ടറിൻ്റെ കരുത്തിനോടൊപ്പം നിങ്ങൾ ചേരണം. പുനരധിവാസ പാക്കേജ് എന്ന് പറഞ്ഞാലേ ശരിക്കും ഒരു ടൗൺഷിപ്പ് മാത്രമായി ചുരുങ്ങരുത്. ഞാനിപ്പോൾ ഈ ഷോ കണ്ടിട്ട് ആൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് വീട് പണിതിരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ നശിച്ചുപോയി, ഞങ്ങൾ നാളെ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരു പാക്കേജ് ആയിരിക്കണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ വീട് അനൗൺസ് ചെയ്തു പിന്നെ ചെയ്തോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി വന്നാൽ അതിനെ വളരെ ദോഷമായിട്ട് ബാധിക്കുകയുള്ളൂ. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിനി ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടത് ഒരു ആവാസ വ്യവസ്ഥയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളും നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇത് പ്രകൃതി വിളിച്ചു പോയവരെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയുടെ അന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റണം. അതിന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ചു തന്നെ നിൽക്കണം. നമുക്ക് വയനാടിനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രോജക്റ്റും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ കാഴ്ചകളും നിങ്ങളുടെ കരളിനെ തൊട്ടുവെങ്കിൽ, നിങ്ങളുടെ കരൾ അലിയിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരു വിഹിതം, ഒരു ചെറിയ പങ്ക് വയനാടിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ഹൃദയം മാറ്റിവെക്കുന്നതിന് തുല്യമായിരിക്കും. അത് ആ മനുഷ്യരുടെ മുഖത്ത് ഇവരെല്ലാവരും ഭയന്നായിരിക്കുന്നത്. ഇവരാരും ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തമാശ പോലും ആരും പറയുന്നില്ല. ഇപ്പോൾ രാവിലെ ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന രവിയേട്ടൻ മുതൽ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ച് നിർത്തിയ ഈ ഷിജു വരെ, അവരുടെയൊക്കെ കണ്ണുകളിൽ ആ ഭീതിയും സങ്കടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മറികടന്നു പോകണമെങ്കിൽ, അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരണമെങ്കിൽ, പുഞ്ചിരി മുട്ടത്ത് ഇനിയൊരു പുഞ്ചിരി വിടരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടെ പങ്ക് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പിന്തുണ വേണം. ആ പിന്തുണയും സ്നേഹവും വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന് വയനാട്ടുകാർക്ക് നിങ്ങളുടെ പേരിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇടവേളകളില്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഇന്നലെ വൈകുന്നേരം മുതലാണ് നമ്മൾ കൊമേഴ്സിൽ ചെറിയ ഇടവേളകൾ എടുത്തു തുടങ്ങിയത്. തുടർച്ചയായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇതിൻ്റെ ആഘാതം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും.